നമസ്കാരം. നമ്മളിന്ന് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ +1 ഡീറ്റെയിൽഡായിട്ട് പഠിച്ചായിരുന്നു. ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലോട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എ എന്ന സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി ഉണ്ടെങ്കിൽ എഫിനെ നമ്മളൊരു ഫങ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലെന്ന് പറയുമ്പോൾ അതിലെ എല്ലാ എലമെൻറ്റിനും ഒരു ഇമേജെങ്കിലും വേണം, ഒരൊറ്റ ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഫങ്ഷൻസിനെ, അങ്ങനെ വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ ഒരു ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ടുള്ള റിലേഷനാണ്. എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി ആണെങ്കിൽ ആ റിലേഷനെ നമ്മളൊരു ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ +1 അതിൻ്റെ കുറേ ഫങ്ഷൻസ് പഠിച്ചു. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, അതുപോലെ റാഷണൽ ഫങ്ഷൻസ്, പിന്നെ പോളിനോമിയൽ ഫങ്ഷൻസ്, സിഗ്നം ഫങ്ഷൻ, അങ്ങനെ ഒത്തിരി ഫങ്ഷൻസും അതിൻ്റെ ഗ്രാഫ്സൊക്കെ നമ്മൾ +1 ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ റേഞ്ച് എഴുതാനും ഡൊമെയിൻ എഴുതാനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ 1 ഫങ്ഷൻ, ഓൺ ടു ഫങ്ഷൻ, ബൈജക്റ്റീവ് ഫങ്ഷൻ, ഈ 3 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് നമ്മളിന്ന് ഈ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് 1 ഫങ്ഷൻ നോക്കാം. 1 ഫങ്ഷനെ നമ്മൾ ഇൻജക്റ്റീവ് ഫങ്ഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇനി ഈ ഫങ്ഷൻ 1 ആണെന്ന് പറയണമെങ്കിൽ എ എന്ന് പറയുന്ന ഈ സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് വേണം ഉണ്ടായിരിക്കേണ്ടത്. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ബി ആണെങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ ഇൻജക്റ്റീവ് ഫങ്ഷൻ അല്ലെങ്കിൽ 1 ഫങ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് ഡിഫൈൻഡ് ടു ബി 1 or ഇൻജക്റ്റീവ് ഇഫ് ദ ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ അണ്ടർ ദ ഫങ്ഷൻ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് ഫോർ ഓൾ x1 x2 ഇൻ സെറ്റ് എ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ആയിരിക്കണം. 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ അതിന് 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ 1 എന്ന് വിളിക്കുന്നു. അതർവൈസ് ഇതല്ലാതെ വരുന്ന ഫങ്ഷൻസിനെ നമ്മൾ മെനി 1 ഫങ്ഷൻ എന്നാണ് വിളിക്കുന്നത്. മെനി 1 ഫങ്ഷൻ. അപ്പോൾ 1 അല്ലാത്ത ഫങ്ഷൻസിനെ നമ്മൾ മെനി 1 ഫങ്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഫങ്ഷനാണ് ഓൺ ടു ഫങ്ഷൻ. അതിനെ നമ്മൾ സർജക്റ്റീവ് ഫങ്ഷൻ എന്നും പറയാറുണ്ട്. സർജക്റ്റീവ് ഫങ്ഷൻ. അപ്പോൾ ഇതുപോലെ തന്നെ എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ഏതൊരു എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ നിന്ന് എടുത്താലും അതിന് ഒരു പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഫോർ ഓൾ y belongs to set B there exists an x in set A such that f of x is equal to y. സെക്കൻഡ് സെറ്റിൽ നിന്നും ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഒരു പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷനെ ഫോർ ഓൾ വൈ ആണ്, ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനെ നമുക്ക് ഓൺ ടു ഫങ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫങ്ഷൻ എന്ന് വിളിക്കാം. ഇതാണ് അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ. ഇഫ് എവ്രി എലമെൻ്റ് ഓഫ് ബി ഈസ് ദ ഇമേജ് ഓഫ് സം എലമെൻ്റ് ഓഫ് എ അണ്ടർ എഫ്. Every element of B is the image of some element of A under F. ഏത് എലമെൻറ്റ് ബിയിൽ നിന്നെടുത്താലും അത്
എയിലെ ഏതെങ്കിലും എലമെൻസിൻ്റെ ഇമേജ് ആയിട്ട് വരുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ ടൈപ്പാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആർ കോൾഡ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതൊരു എക്സാമ്പിൾ നോക്കാം. Let A be the set of all 50 students of class 10 in a school. Let f from a to n be a function defined by f of x is equal to roll number of student x. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് എൻ നാച്ചുറൽ നമ്പേഴ്സിലോട്ടാണ്. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 50 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലെ 50 സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് നമ്മൾ എ എന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ എയിൽ നിന്നും നാച്ചുറൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ് എഫ്. ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റോൾ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് എക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ 1 1 എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എന്നിലോട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് 1 and only 1 ഇമേജ് ഇൻ എൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ സെറ്റാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ 50 സ്റ്റുഡൻസ് എടുത്താൽ അവർ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു റോൾ നമ്പറായിട്ട് അസൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിലോട്ട് അവർക്കൊരു റിലേഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റുഡൻറ്റ് എയിൽ നിന്ന് എടുത്താലും അവർക്കൊരു റോൾ നമ്പർ ഉണ്ടാവും. ഒരു നാച്ചുറൽ നമ്പറിലോട്ട് ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, റിലേഷൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്നത് എന്താണ്, 1 1 ഫംഗ്ഷനാണ്. നമ്മൾ എയിലെ ഏത് സ്റ്റുഡൻ്റ് എടുത്താലും അതിനൊരു ഇമേജ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ സ്റ്റുഡൻസിനും ഒരു റോൾ നമ്പർ ഉണ്ടാവും, ഒറ്റ റോൾ നമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് 1 1 ആണ്. ഇനി ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആകണമെങ്കിൽ സെക്കൻഡ് സെറ്റിൽ നിന്നും ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇവിടെ ആകെ 50 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോൾ റോൾ നമ്പർ കൊടുക്കണമെങ്കിൽ 50 വരെ മാക്സിമം വരുള്ളൂ. ഒരു 100 എടുത്താൽ നാച്ചുറൽ നമ്പറിൽ വരുന്ന ഒരു നമ്പറാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ 100 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് ഈ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ 100 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ്, ഒരു എക്സ് നമുക്ക് എക്സ് ബിലോങ്സ് ടു എ ഉണ്ടാവില്ല. എങ്ങനെ വരുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 100 എന്ന് പറയുന്ന രീതിയിൽ ഒരു എക്സ് എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കില്ല. അപ്പോൾ 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. ഈ ജസ്റ്റ് ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും എന്താണ് 1 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ F1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ സെറ്റിൽ നിന്നും ഇതിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. കോഡൊമെയിൻ എന്ന് പറയുന്നത് ABCDE ആണ്. അപ്പോൾ ഇവിടെ നോക്കിയത് ആദ്യം ഇതൊരു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് സെറ്റിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് 1 and only 1 ഇമേജ് ഇൻ സെക്കൻഡ് സെറ്റാണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഇത് 1 1 ആണോ നോക്കി. 1 1 ആകണമെങ്കിൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് വേണം. ഏത് എലമെൻ്റ് എടുത്ത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ സെറ്റ് ബി എന്നാണ് പറയുന്നത്. അപ്പോൾ 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് ഡി ആണ്, 4ൻ്റെ ഇമേജ് സി ആണ്.
അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് പകരം 1ൻ്റെ ഇമേജ് എ ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ കാണിക്കാം? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എ ആണ്. ഇതാണ് 1ൻ്റെ ഇമേജ് എ ആണെന്ന് ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ഫസ്റ്റ് സെറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ സെക്കൻഡ് സെറ്റാണ്. അപ്പോൾ ഇത് 1 1 ആണ്. ഇനി ഓൺ ടു ആണോ നോക്കിയാൽ ഓൺ ടു ആണെങ്കിൽ സെക്കൻഡ് സെറ്റിൽ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഇ എന്ന് പറയുന്ന എലമെൻറ്റ് ആരുടെയും ഇമേജ് ആയിട്ട് വരുന്നില്ല. അതായത് ഈക്കൊരു പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഇത് 1 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. ഇനി F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കാം. അത് നമുക്കിതൊരു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 1ൻ്റെ ഇമേജ് ബി ആണ്, 2ൻ്റെ ഇമേജോ ബി ആണ്, 3യുടെ ഇമേജ് സി ആണ്, 4ൻ്റെ ഇമേജ് ഡി ആണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻസിനും 1 ആൻഡ് ഓൺലി 1 ഇമേജ് ഇൻ സെക്കൻഡ് സെറ്റ് ആണെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആവും. ഇപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന ഈ എലമെൻറ്റിന് എത്ര ഇമേജേ ഉള്ളൂ? ഒരു ഇമേജേ ഉള്ളൂ, ബി. 2 എന്ന് പറയുന്ന എലമെൻറ്റിനും ഒരു ഇമേജേ ഉള്ളൂ, അത് ബി ആണെന്നേ ഉള്ളൂ. സെയിം ഇമേജ് ആവരുതെന്ന് പറയണില്ല. ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് 1 ആൻഡ് ഓൺലി 1 ഇമേജ് ഇൻ ബി ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ ആ റിലേഷനെ നമുക്കൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഇനി ഇത് 1 1 ഫംഗ്ഷൻ ആണോ നോക്കി. 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ഇൻ ഫസ്റ്റ് സെറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്. അപ്പോൾ ഇവിടെ 1ൻ്റെ ഇമേജും ബി ആണ്, ഇമേജ് ഓഫ് 2ഉം ബി ആണ്. അപ്പോൾ ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, പക്ഷെ അതിന് സെയിം ഇമേജ് ആണ്. അപ്പോൾ അത് 1 1 അല്ല. 1 1 അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ മെനി 1 എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ മെനി 1 ഫംഗ്ഷനാണ്. ഇനി ഓൺ ടു ഫംഗ്ഷൻ ആണോ നോക്കിയാൽ ഓൺ ടു ആണെങ്കിൽ ഇതിലെ എല്ലാ എലമെൻറ്റ്സിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. ഇവിടെ എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല, സോ അത് നോട്ട് ഓൺ ടു. അപ്പോൾ അത് ഓൺ ടുവും അല്ല. ഇനി അതുപോലെ F3 എന്ന് പറയുന്ന നോക്കി, അതൊരു ഫംഗ്ഷൻ ആണോ? 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് എ ആണ്, 3യുടെ ഇമേജ് ബി ആണ്, 4ൻ്റെ ഇമേജ് സി ആണ്. അപ്പോൾ എല്ലാ എലമെൻറ്റിനും ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനും 1 ആൻഡ് ഓൺലി 1 ഇമേജ് ഇൻ സെക്കൻഡ് സെറ്റാണ്. അപ്പോൾ അതൊരു ഫംഗ്ഷനാണ്. ഇനി അത് 1 1 ഫംഗ്ഷൻ ആണോ? 1ൻ്റെ ഇമേജും 2ൻ്റെ ഇമേജും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടത് 1 1 അല്ല, മെനി 1 ഫംഗ്ഷനാണ്. ഇനി ഇത് ഓൺ ടു ആണോ? സെക്കൻഡ് സെറ്റിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇമേജ് ഫസ്റ്റ് സെറ്റിലുണ്ട്, അതുകൊണ്ട് അത് ഓൺ ടുവുമാണ്. അപ്പോൾ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. 1 1 അല്ലല്ലോ, മെനി 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ ബൈജക്റ്റീവ് അല്ല. 1 1ഉം ഓൺ ടു ആണെങ്കിലാണ് അതിനെ നമ്മൾ ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി, ഇവിടെ എല്ലാ എലമെൻറ്റ്സ് എടുത്താലും അതിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണ്. സോ ഈ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷനാണ്. ഇനി ഓൺ ടു ആണോ? ഈ സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജസ് ഉണ്ട്, സോ അതുകൊണ്ടത് ഓൺ ടുവുമാണ്. 1 1ഉം ഓൺ ടു ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോഴേക്കും ഏകദേശം എന്താണ് ആ സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു.